ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴി റിയാക്ഷൻ ആണ്. ഫിഫ വേൾഡ് കപ്പ് 2026 യെസ്, ക്വാർട്ടർ ഫൈനൽ അർജന്റീന വേഴ്സസ് സ്വിറ്റ്സർലാൻഡ് കളി കഴിഞ്ഞിരിക്കുകയാണ്. യെസ്, ചത്തു വീണ്ടും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് 3-1 സ്കോറെങ്കിലും യെസ്. എന്നാലും പേടിപ്പിച്ചു അല്ലേ? പേടിപ്പിച്ചു എന്നുള്ളതിന്റെ അല്ല, വളരെ നിരാശപ്പെടുത്തി. അവര് പേടിപ്പിച്ചു എന്ന് പറയണോ? അതാ പേടിപ്പിക്കാൻ വിട്ടില്ല. അതെ, അല്ലെങ്കിൽ ഭയങ്കരമായ പീഡനം നടന്നേനെ അല്ലേ? പിന്നെ കാരണം ഫാൻസ് ഹേറ്റേഴ്സ് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അർജന്റീന ഫാൻസിനെ കിട്ടാനേ. എതിലെയാ ഓടേണ്ടി വരിക എന്നുള്ളത് നോക്കി നിക്കണം. അയ്യോ, ഭീകരായിരിക്കും. എന്തൊരു കളിയായിരുന്നടാ എടാ, വളരെ മോശം കളി. നമ്മുടെ ഫോർമേഷനും നമ്മുടെ ടീമിന്റെ അർജന്റീന വളരെ വീക്കായിരുന്നു ഇന്നത്തെ ദിവസം തന്നെ, അതൊരു സത്യമാണ്. പക്ഷെ സ്വിറ്റ്സർലാൻഡിന്റെ കളി ഒരു രക്ഷയില്ലായിരുന്നു. സ്വിറ്റ്സർലാൻഡിനെ പുകഴ്ത്തേണ്ട കാര്യം ഇപ്പൊ ഇവിടെ ഇല്ല. അതായത് ഇപ്പൊ ശരിക്കും കല്ലെറിയേണ്ടത് അർജന്റീനക്കാരാ, തീർച്ചയായിട്ടും. കാരണം അങ്ങനെ കളിച്ച വളരെ മോശമായിട്ടാണ് കളിച്ചിരിക്കുന്നത്. ഡീപ്പോൾ ഉണ്ടല്ലോ, ഡീപ്പോൾ എന്തിനാണ് അവിടെ? ഡീപ്പോള് മറ്റേ എതിർ ടീമിനെ സഹായിക്കാൻ. എന്റെ പൊന്നി, എടാ ആ വിങ്ങിലൂടെയാണ് എപ്പോഴും നമുക്ക് മൊത്തം പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ആളാണ്. അത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മറ്റേ ചതുരത്തിൽ ഓടിയിട്ട് കാര്യമില്ലല്ലോ, ത്രികോണത്തിലും. അതുകൊണ്ട് ത്രികോണത്തിൽ ഓടും. അതാണ്. അതായത് ആള് ബോൾ കൊണ്ടുവന്നു, മറികടന്ന് ഒരാളെ ബീറ്റ് ചെയ്ത് ബോൾ കൊടുക്കുന്നില്ല ഫ്രണ്ടിലേക്ക്. ആകെ അൾജീരിയനോട് കൊടുത്തു എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. അത് വെച്ചിട്ട് നമുക്ക് ഇനിയുള്ളതിൽ നമുക്ക് എന്താ പ്രൈസ് ചെയ്യാൻ കഴിയില്ല. അടുത്ത കളിയിലൊക്കെ എക്സ്പോസ് ആവും, കൊട്ടക്കണക്കിന് വാങ്ങിയിട്ട് പിന്നെ പിന്നീട് ഒരു പുനർചിന്തക്കുള്ള സമയം കിട്ടൂല. സമയം കിട്ടും, അതാണ് പ്രശ്നം. അപ്പൊ ഡീപ്പോൾ അവിടെ എന്താ ചെയ്യുന്ന അറിയോ? ഒന്ന് മറികടന്ന് പാസ് കൊടുക്കുന്നില്ല, പോവാൻ പറ്റുന്നില്ല, കളിക്കുന്നില്ല. അപ്പൊ എന്തായാലും ബാക്കിലേക്ക് കൊടുക്കുകയാണ്. നല്ലൊരു മുന്നേറ്റത്തിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും ബാക്കിലേക്ക് കൊടുത്തത് കൊളാക്കുകയാണ്. ഇത് ബാക്കിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് കൊടുക്കണ്ടേ? മിസ് പാസ് ആണ്. പിന്നെ ആളുടെ കയ്യിൽ നിന്ന് അതായത് മിസ്സായ സാധനങ്ങൾ എടുക്കാൻ ഒരു ഓട്ടമുണ്ട്. ഇതാണ് ആകെ ചെയ്യുന്ന ചില സമയങ്ങളിൽ കാണുന്ന സാധനം. തിരിഞ്ഞ് അതായത് മിസ്സാവും, മിസ്സായിട്ട് പിന്നെ അത് എടുക്കാൻ വേണ്ടി ഒരു ഓട്ടം. അതല്ലാണ്ട് അത് കിട്ടൂല. പിന്നെ വേറെ ഒരു സാധനമില്ല. പിന്നെ ഒരു കൊണ്ടുവരുന്ന ബോള് അടുത്തേക്ക് പ്രസ്സിങ്ങിന് ചെല്ലും, അപ്പോഴേക്കും വേറെ ആളിലേക്ക് എടുക്കും. അപ്പൊ ആ ആളിലേക്ക് ചെല്ലും, അടുത്തത് ഇങ്ങോട്ട് ചെല്ലും. അപ്പൊ അത് ത്രികോണായില്ലേ? ത്രികോണാകുന്നതോടെ അവിടെ ആ ഒരു പ്രസ്സിങ്ങിനുള്ള ഓട്ടം നിൽക്കും. അത് കഴിയുകയും ചെയ്യും. ത്രികോണ മധ്യ മൂലബിന്ദു കുടുങ്ങി. മൂലബിന്ദു ആണ് ശരിക്കും, ആ ബിന്ദു തന്നെയായിരുന്നു. എനിക്ക് ദേഷ്യം വന്നിട്ടേ. എന്നിട്ടോ 80 മിനിറ്റ് വരെ ഡീപ്പോളിനെ അവിടെ നിർത്തി എന്നുള്ളതാണ്. എടാ, ഞാൻ ചിന്തിച്ചോണ്ട് മിസ്സാണ്, ആളുടെ അടുത്ത് ഭയങ്കര മിസ് വരുന്നുണ്ട്. അപ്പം അതായത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു, അടുത്ത സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 55-ാമത്തെ മിനിറ്റ് 60-നുള്ളിൽ ആളെ വലിക്കും. അത് പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴാണ് ഒരു രക്ഷയില്ല, അങ്ങ് കളിച്ച് 80-ാം മിനിറ്റിലാണ് ആളെ പിൻവലിക്കുന്നത്. എടാ, മിഡ്ഫീൽഡിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പെരഡസിനെയും ഡീപോളിനെയും മാക്കലിസ്റ്ററും എൻസോയും ഉണ്ട്. പിന്നെ എന്നിട്ടാണ് ഈ അവസ്ഥ. ആ ഒരു സൈഡ് വീക്ക് ആവുന്നതുകൊണ്ടാണ് ഈ സംഭവം. അത് ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് ഗോള് വരുന്ന എല്ലാം നോക്കിക്കോ, മൊത്തത്തിലുള്ള കളി റൈറ്റ് സൈഡിൽ കൂടിയാണ്, ഈ സൈഡിലൂടെ, അതായത് മൊളീനന്റെ സൈഡിലൂടെയാണ് നമുക്ക്. അത് മൊളീനെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ലാസ്റ്റ് ആളുടേത് പിന്നെ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് സത്യം. പെരഡസ് ആണ്. ഇപ്പൊ ഗോള് വന്നതിൽ തന്നെ അത് സ്വിറ്റ്സർലാൻഡ് അടിച്ച ഗോളില് ആ സമയത്ത് പെരഡസ് ആണ് അവിടെ കണിഞ്ഞ് ശ്രമിച്ചോണ്ടിരിക്കുന്നത്. അതെന്താ? അല്ലാണ്ട് എന്ത് ചെയ്യാനാ? ഈജിപ്തിനോടുള്ള കളി തന്നെ ഉണ്ടല്ലേ, ഒറ്റയ്ക്ക് നിന്ന് തടുത്തത്. അതെ, സത്യം. ലിസാൻഡ്രോ മാർട്ടിനസിന്റെ മോനെ ഒരു മുത്തന്നെ, മുത്ത് എന്ന് പറഞ്ഞാൽ മണിമുത്ത്. സത്യം. കിഡ്ലോസ്കി അത് ക്ലിയർ ചെയ്യുന്നതായാലും ഡ്രിബിൾ ചെയ്ത് കയറുന്നതിലായാലും ക്രോസ് ആയാലും എല്ലാം കിടലാണ്. ശരിക്കും ഈ അൽമാഡേനൊക്കെ ആദ്യം തന്നെ ഇറക്കി കളിക്കണം. വെറുതെ ആളെയൊക്കെ അവിടെ വെച്ചിട്ടേ. അതെന്തറിയോ, സെന്ററിന് പ്രാധാന്യം കൊടുത്തു, മിഡ്ഫീൽഡിനാണ് അതോടെ മിഡ്ഫീൽഡിൽ നിന്ന് കളിയും വരുന്നില്ല, വീക്കും. അതായത് ഒരു വിങ് വീക്ക്, ഏത് ഈ ഡീപ്പോളിന്റെ ഭാഗം. അതോടെ ഒരു ഭയങ്കരമായിട്ട് ആ വിങ്ങിലൂടെ അങ്ങനെ അറ്റാക്ക് ചെയ്യാ. അതായത് ആളുടെ അടുത്ത് മിസ്സാണെന്ന് അറിഞ്ഞ സമയത്ത് മറ്റേ സ്വിറ്റ്സർലാൻഡിന്റെ അറ്റാക്കിങ് മൊത്തം നടന്നത് ആ സൈഡിൽ കൂടിയാണ്. അതെന്നറിയോ, അപ്പുറത്ത് മാക്കലിസ്റ്ററും ഉണ്ട്, എൻസോയും ഉണ്ട് മിഡില് അത് കൈകാര്യം ചെയ്യാൻ. ഇവിടെ
ഡീപ്പ് ബോളിനെ കൊണ്ട് പറ്റണില്ല. പിന്നെ അവിടെ ടഗ്ലിയഫിക്കോയും വേറെ ലെവലാ. അതെ, അവിടെ മോളിനെ മാത്രം അവിടെ നോക്കി നിന്നിട്ട് അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. ഇത് അതിന്റെ മുന്നിൽ നിന്ന് തന്നെ മിസ്സായിട്ട് ഇങ്ങോട്ട് വരികയാണ്. എന്ത് ചെയ്യാനാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. റൊമേറോ ഒരു വളരെ മികച്ച, അതായത് പെരഡസ് ഈജിപ്തിനോട് സേവ് ചെയ്ത പോലെ ഒരു സേവ് ഉണ്ടായിരുന്നു. അതെ, കിഡിലൻ ഒരു സേവ്. മോനെ നീട്ടിക്കൊടുത്ത് അതെങ്ങാനും പോയിരുന്നെങ്കിൽ ഗോളാവും. എന്റെ പൊന്നി, ശരിക്കും ഉണ്ടല്ലോ, ഒന്നങ്ങോട്ട് വിറപ്പിച്ചു. ഒന്നല്ല, അതായത് ഒരു ഹാഫ് ടൈമിന് ഒരു 60-65 മിനിറ്റ് വരെ ഇവരുടെ തന്നെയാണ് കളി. സ്വിറ്റ്സർലൻഡിന്റെ ബോൾ പൊസിഷൻ അവരുടെ കയ്യിലാണ്. പിന്നെ ബോൾ പാസിംഗ് അക്വിയറൻസ്, പിന്നെ കംപ്ലീഷൻ, പിന്നെ അറ്റംപ്റ്റ്, ടാർഗറ്റ്, ഏത് നമുക്ക് ഒരൊറ്റ അറ്റംപ്റ്റ് പോലും ഇല്ല. അതാ പറഞ്ഞേ, ആ ഗോള് വന്നത് ആ ഒരു സെറ്റ് പീസ്, അതായത് കോർണറിനുള്ളൂ. ആ ഗോള് വന്നിട്ടില്ലായിരുന്നെങ്കിൽ തീരുമാനമായേനെ. ശരിക്കും എന്തോ ഭാഗ്യം കൊണ്ട് ആ ഗോള് വന്നു ഫസ്റ്റ്, അതില് പിടിച്ചു നിന്ന്, അല്ലെങ്കിൽ ഉറപ്പിച്ചാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റേ പേര് മറന്നുപോയി, മറ്റേ റെഡ് കാർഡ് കിട്ടി ആള് കേറി കളി മാറിയത്. അതെ, അല്ലെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല. കാരണം ആ ഒരാളങ്ങ് പോയി കഴിയുമ്പോൾ ഇവര് ഡിഫൻസിലേക്ക് കുറച്ച് പ്രാധാന്യം, ഇല്ലെങ്കിൽ അറ്റാക്കിങ് ഒരു രക്ഷയില്ലാത്ത അറ്റാക്കിങ് തന്നെയാണ്. അവര് മെയിൻ സ്ട്രൈക്കർ ഒരാളെ വെച്ചിട്ടാണ് കളി മുന്നോട്ട് നയിച്ചത്. പക്ഷെ കൂട്ടത്തോടെ ആക്രമിക്കുന്ന രീതിയായിരുന്നു. പക്ഷെ ഈ മെയിൻ സ്ട്രൈക്കർ ആൾറെഡി ഒരു യെല്ലോ വാങ്ങി നിൽക്കുകയായിരുന്നു. പക്ഷെ ആള് അത് അവിടുന്ന് അഭിനയിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോ സ്വിറ്റ്സർലാൻഡിന് വേണ്ടി വാദിക്കല്ലോ കേട്ടോ, നമുക്ക് സങ്കടം അങ്ങനെയൊന്നും അല്ല. അതായത് ഒരു ബോക്സിൽ നിന്ന് ഒരു പെനാൽറ്റിക്ക് ശ്രമിക്കുന്നിടത്തൊക്കെയാണ് ഞാൻ ഇങ്ങനത്തെ അഭിനയം കണ്ടിട്ടുള്ളത്. ഇത് വെറുതെ ഒരു കാര്യമില്ലാണ്ടേ ഫ്രീ കിട്ടാൻ വേണ്ടിട്ടാണ്. ഡൈവ് ചെയ്യണതിന്റെ ഇടയ്ക്ക് മറ്റവന്റെ കാലിലേക്ക് തട്ടും. ഇനി അത് മതി. ഇനി അപ്പുറത്തുനിന്ന് ഈ അതായത് പെരഡസിന്റെ ബാക്കിൽ നിന്ന് ആംഗിളിന് കിട്ടുമ്പോ വെച്ചിട്ടുണ്ട് റീൽസ് കണ്ട് കളി വിലയിരുത്തുന്ന ആൾക്കാരുണ്ട്. അതിന്റെ ഇടയ്ക്ക് തന്നെ കുറെ പേര് പറയുന്നുണ്ട്, അതായത് 12 പേര് കൂടിയിട്ട് 10 പേരെ തോപ്പിച്ചു എന്ന്. സ്വാഭാവികമാണ്, നമ്മളിതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് മഞ്ഞ കൊടുത്തു, എന്നിട്ട് വാറാണ് ചെക്ക് ചെയ്തത്. വാറിൽ ചെക്ക് ചെയ്തിട്ട് നോ ഫൗളാണ്. മാത്രല്ല അഭിനയിച്ചു. അതിപ്പോ ഈ വേൾഡ് കപ്പിൽ വന്ന സാധനമാണ്. എന്താ പറയാ, അങ്ങനത്തെ എന്തൊരു പേരാണ്, വാക്കാണ്. അതായത് ഇങ്ങനെയുള്ള രീതിയിൽ അഭിനയിക്കുന്നത് വളരെ മോശമായ പ്രവൃത്തിയായിട്ട് കാണും. അങ്ങനെ യെല്ലോ കാർഡോ അല്ലെങ്കിൽ റെഡ് കാർഡ് കൊടുക്കും. ഇത് 2 ഡബിൾ യെല്ലോ കിട്ടിയതുകൊണ്ടാണ് റെഡ് കിട്ടിയത്. ഡയറക്റ്റ് റെഡ് അല്ല. ഈ ഒരു സാധനത്തിന് വേണ്ടിട്ട് വെറുതെ കൊണ്ടുപോയിട്ട് റെഡ് കൊടുത്തല്ല. പല ആൾക്കാരും അത് അറിയാത്ത പോലെ ഈ പുറത്ത് സംസാരം വരുന്നത്. അതാണ് റീല് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഒറ്റ ഇതിന് ഫൗളിന് എന്ത് റെഡ് കാർഡ് എന്നുള്ള സാധനമാണ് വരിക. ഓൾറെഡി ഈ കളിയിൽ റെഡ് കാർഡ്, പക്ഷെ യെല്ലോ കാർഡ് മേടിച്ച് നിൽക്കുകയാണ് ആള്. അതിന്റെ പുറത്താണ് ഈ ജാതി ഫൗള് കിട്ടിയിരിക്കുന്നത്. 2 യെല്ലോ കാർഡ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പല്ലേ റെഡ്. അതിനകത്തൊന്നും ഇനി ലെഫറി മറ്റേ അർജന്റീനയുടെ കൂടെ ആയിരുന്നു എന്നൊക്കെ പറയണത് മണ്ടത്തരം എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. വാറ് ചെക്ക് ചെയ്ത് നോ ഫൗളാണ് അവിടെ. പിന്നെ ആളുടെ അഭിനയത്തിന് കിട്ടിയതാണ് യെല്ലോ കാർഡ്. അവാർഡ് കൊടുക്കണല്ലോ, അഭിനയത്തിന് അവാർഡ് കൊടുക്കണം. അതിന് അപ്പൊ തന്നെ കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആള് ഇന്ന് കരഞ്ഞിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. അത് ചെയ്യുമ്പോ ഓർക്കണം എന്തിനു ചെയ്തു. ശരിയാണ്, ഒരു പെനാൽറ്റി ബോക്സിൽ വീണ് കിടക്കുന്ന അല്ലെങ്കിൽ വീഴാനായിട്ടാണ് അത് ചെയ്യുന്നെങ്കിൽ വേറെ പലരും ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. തട്ട് പോലും ചെയ്യാതെ പറന്ന് പെനാൽറ്റി ബോക്സിലേക്ക് വീണിട്ട് അത് അപ്പീൽ ചെയ്ത് ഗോൾ അടിക്കുന്ന ആൾക്കാരെ നമുക്കറിയാം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ പോലും അത് ഇത്ര വലിയൊരു സംഭവം ട്രൈ പെനാൽറ്റിക്കാണല്ലോ. അതെ, അതെങ്കിലും ഓർക്കാം. അതിന് അവിടെ ലക്ഷ്യമുണ്ട്. ഇത് ഒരു ഫ്രീ കിക്ക് കിട്ടാൻ വേണ്ടിട്ടേ ഇങ്ങനെ ഒരു അഭിനയം അവിടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് ആള് നിർണയിച്ചു കളി. അതെ, ആളങ്ങോട്ട് അതാണ് പറഞ്ഞത്. ഒരു ഏതെങ്കിലും ഒരു കളിക്കാരന്റെ ഒരു മണ്ടത്തരം കൊണ്ടാണ് ആ ടീം മൊത്തം അങ്ങനെ അവസ്ഥ വരുന്നത്. അല്ലെങ്കിൽ ഈ ടീമുമായിട്ട് 1-1 പെരുങ്കളി ആയിരിക്കും നടക്കുന്നത്. പെരുങ്കളിയല്ല, ഒരു സിമ്പിളായിട്ട് ജയിക്കും. 90 മിനിറ്റിൽ തന്നെ അടുത്തത് അടിച്ചിട്ടുണ്ട്. അവർ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ അർജന്റീനക്ക് കഴിയില്ല. കാരണം ആ വിങ് ആകെ വീക്കായിരിക്കാണ്. ശരിക്കും നമ്മുടെ ഗോളി എത്ര നാള് പിടിച്ചു സേവ് ചെയ്തു, ഒരുപാട് സേവ് ചെയ്തു. എത്ര ഗോൾ വന്നത് ആള് തടഞ്ഞു. എന്തായാലും ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു കളിയാണ് ശരിക്കും. ഇന്ന് ഭയങ്കര, ഇന്നിപ്പോ കളി 3-1 ജയിച്ചെങ്കിൽ പോലും നമുക്ക് ആ ഒരു സന്തോഷം കിട്ടുന്നില്ല. കാരണം ഇപ്പൊ ഇനി സെന്ററിൽ നിന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഓക്കെ, സെന്ററിൽ നിന്ന് കഴിഞ്ഞ് മുന്നോട്ട് നയിക്കുന്ന രീതിയിലേക്ക് ഒരാൾക്കും പറ്റുന്നില്ല. കുറച്ചെങ്കിലൊക്കെ എൻസോ മാക്കലസ്റ്റർ കൂട്ടുകെട്ട് ആ വിങ്ങിൽ നിന്ന് കുറച്ച് വരുന്നുണ്ട്. പക്ഷെ
അതും എവിടേക്ക് എത്തുന്നില്ല. കാരണം അത്രയ്ക്ക് മികച്ച ഡിഫൻസ് ആണ് വരുന്നത്. ഡിഫൻസ് ഒരു സെന്ററിലൂടെ ഉള്ള കളി നടക്കൂല, വിങ്ങിലൂടെ ക്രോസ് കൊടുക്കുന്നത് നടക്കുന്നില്ല. അതായത് ഇവര് ഓൾറെഡി ഇവരെ കുറിച്ച് നേരത്തെ തന്നെ അങ്ങനെ തന്നെയാണ്. ഡിഫൻസിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ടീമാണ്. കൊളംബിയ നന്നായിട്ട് കളിച്ചിട്ടും ഒരു ഗോൾ ഇടാൻ പറ്റില്ല അവർക്ക്. അതാ പറഞ്ഞ അങ്ങനത്തെ ഡിഫൻസ് ആണ് അവരെ സെറ്റ്. അതിനകത്തേക്ക് ഇരച്ചു കയറി ചെല്ലാൻ പോലും പറ്റില്ല. എപ്പോഴെങ്കിലും ഒരു സമയത്ത് ചെല്ലുന്നതാണെങ്കിൽ അവിടെ എത്തുമ്പോ തന്നെ ഈ ഡിഫൻസിൽ തട്ടിമുട്ടി സാധനം പിന്നെ സെന്ററിലൂടെ ഉള്ള കളി നടക്കുന്നില്ല, വിങ്ങിലൂടെ അത് നടക്കുന്നില്ല. അതായത് ഒരു സൈഡിൽ കൂടി കളിക്കുന്നുണ്ടെങ്കിലും അപ്പുറത്തെ സൈഡ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ സെറ്റ് പീസ് കിട്ടുന്നുണ്ട്. അത് ആകെ കുറച്ച് 2-3 കോർണർ കിട്ടിയെന്നല്ലാതെ അതിനനുസരിച്ചുള്ള നീക്കങ്ങളും അർജന്റീനയുടെ ഭാഗത്ത് നിന്ന് വരുന്നില്ല. അതുകൊണ്ട് ഫ്രീ കിക്കോ ഒന്നും കിട്ടുന്നില്ല. ഒന്നാ കിട്ടിയത് വേറെ ഫ്രീ കിക്കുകളൊന്നും അധികം കിട്ടിയിട്ട് പോലുമില്ല. അപ്പൊ ഭയങ്കരമായിട്ടുള്ള പ്രശ്നമായിരുന്നു. ആകെ എക്സോസ്റ്റഡ് ആയിട്ടുണ്ട് കുറെ പ്ലേയേഴ്സ്. പിന്നെ അതിനുശേഷം സംഭവിച്ചെന്താ അറിയോ, അതായത് അൽമേഡ വന്നു, പിന്നെ അൽവാരസും മാർട്ടിനസും കൂടി മെസ്സി ഇപ്പുറത്ത് ഇറങ്ങി കളിക്കുന്നു സെന്ററിലേക്ക്. ഇതോടെ കളിന്റെ ഗതി മാറി. പിന്നെ അത് മാത്രല്ല അവര് ഡിഫൻസിലാണ് ഡിഫൻസിന് പ്രാധാന്യം കൊടുത്തു. അതോടെ കളി നമുക്ക് അനുകൂലമായതാണ്. ഇല്ലെങ്കിൽ നടക്കൂല. സത്യസന്ധമായിട്ട് നമ്മൾ കളിയെ കാണുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. നമുക്ക് ശരിയാണ്, നമ്മൾ ജയിച്ചു. പക്ഷെ എന്നാൽ പോലും നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ചെയ്തിട്ട് കിട്ടുമ്പോ അല്ലെങ്കിൽ അതിനൊരു പ്രത്യേക ഇതാണല്ലോ. ഇപ്പൊ ഈജിപ്തുമായിട്ടുള്ള കളി കഴിഞ്ഞപ്പോ നമ്മൾ എന്തായിരുന്നു നമ്മുടെ, അതായത് അത് കളിച്ചിട്ടുണ്ട്. ഈജിപ്തിനോടും കപ്പവർദ്ധനോടായാലും നമ്മൾ ഒരുപാട് ഗോൾ അവസരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഇഷ്ടംപോലെ. ഇപ്പോ മറ്റേ കെപ്പവർദ്ധന്റെ ഗോളില്ലേ, താരെങ്ങനെയായത് മെസ്സിന്റെ 7 അടി, പിന്നെ എൻസോന്റെയും പിന്നെ അല്ലാതെയും കുറച്ച് അടി അടിച്ചിട്ട് അത് തടുത്തിട്ടാണ്. അപ്പൊ അത്രയും ഓൺ ടാർഗറ്റുകൾ വന്നു എന്നുള്ളത് അതിൽ തന്നെ ഉണ്ട്. അതാണ് ഇവിടെ ഒരു ഓൺ അത് 1-1 ആകുന്നത് വരെ ഒരു നല്ല ഓൺ ടാർഗറ്റ് ഇല്ല, ഷോട്ട് പോലും ഇല്ല വന്നിട്ടില്ല. പിന്നെ എടുത്തു പറയണം കേട്ടോ, അൽവാരസിന്റെ ഗോള് മോനെ കാച്ചിയ ഗോള്. അതാ പറഞ്ഞത്, അങ്ങനത്തെ അതേ നടക്കുള്ളൂ. അത് അൽവാരസ് അത് നേരത്തെ മുതൽ അത് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു സത്യമായിട്ട് അതിനുവേണ്ടി നല്ല ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് ഓർക്ക് പറ്റിയ കാണിച്ചെന്നറിയോ, അതായത് നമ്മള് വീണ്ടും മുന്നിലേക്ക് തള്ളി ഇതിന്റെ ഇടയിലൂടെ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഗോളടിക്കാൻ ഇനിയും ശ്രമിക്കുന്നു. അതിന് മാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും പരാജയപ്പെടുന്നത്. അവരത് പ്രതീക്ഷിച്ചു. ഇവിടുന്ന് ഇങ്ങനെ ഒരു അടിയും വരില്ല എന്ന് കരുതി. ആ സമയത്താണ് അടി അടിച്ചത്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഷോട്ടായിരുന്നു. അത് സമയം എടുത്ത് നോക്കി ഗോളും ഗോൾ പോസ്റ്റ് വരെ നോക്കി എവിടേക്ക് അടിക്കണം വരെ നോക്കിയിട്ടാണ് ആ സാധനം അടിച്ചത്. അതായത് അവര് പ്രതീക്ഷിച്ചിട്ടില്ല ആ ഒരു ഷോട്ട്. അതെ, സ്വിറ്റ്സർലൻഡ് ടീം തന്നെ അങ്ങനത്തെ ഒരു അറ്റാക്ക് അവര് പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രതീക്ഷിച്ചില്ല. അവര് ഈ സെറ്റ് പീസ് തന്നെ വരുള്ളൂ എന്നുള്ള ഇതിൽ നിൽക്കുന്ന സമയത്താണ് ആ ലോങ് റേഞ്ചിൽ ആ ഷോട്ട് വന്നിട്ടുള്ളത്. അതായത് നമ്മള് ലാസ്റ്റിലേക്ക് കളിയും നമ്മൾ മാത്രമായപ്പോ അവര് പ്രതിരോധത്തിൽ മാത്രമായ സമയത്ത് നമുക്ക് വിങ്ങിലൂടെ എന്തായാലും പറ്റുന്നില്ല, ഒന്നും നടക്കുന്നില്ല. കാരണം അത്രയും നല്ല ഡിഫൻസ് ആണ് അവര്. അതിനായിട്ട് ശ്രമിച്ച് അതിനായിട്ട് പഠിച്ചു വന്ന ടീമാണ്. പിന്നെ സെന്ററിലൂടെ കളി നടക്കുന്നില്ല. സെന്ററിലൂടെ പക്ഷെ നമ്മൾ ലാസ്റ്റിലേക്ക് നന്നായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ആ സമയത്ത് ഒരു 4 അടി 2 ഭാഗത്തു നിന്ന് വന്നാല് ഇവര് തകരും, ഒന്ന് ചെതറിയണേ. പക്ഷെ അത് ചെയ്യുന്നില്ലേ. അത് ചെയ്യാൻ നല്ല ടീമിനെ ഇറക്കിയിരുന്നില്ല. ഇത് മിഡ്ഫീൽഡിന് പ്രാധാന്യം ഒരു സമയത്ത് വന്നിട്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നടക്കൂല. ഇപ്പൊ അൽവാരസ് ഗോൾ അടിച്ചു. അൽവാരസ് അതിന് മുന്നേ തന്നെ ഒരു 2-3 പ്രാവശ്യം ഈ സാധനം തന്നെ ട്രൈ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ലോങ് ഷോട്ടുകൾ കുറെ 2-3 പ്രാവശ്യം ആള് നോക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഒന്ന് ക്ലിയർ ആയത്. അതായത് അതിനുള്ള ഒരു സെറ്റ് ആള് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടാണ് ആൾ അടിക്കുന്നത്. മറ്റത് ഇതിനൊരു പ്ലാൻ ചെയ്യാൻ പോലും അതിന്റെ ടീം കളിച്ചു വരണ്ടേ, ഇങ്ങനത്തെ ഒരു സാധനം എടുക്കാൻ പോലും. അതാണ് ഭയങ്കര മിസ്റ്റേക്കുകൾ വന്നിട്ടുള്ള ഒരു കളി. എന്തായാലും ഇനിയുള്ള കളികളില് തീർച്ചയായും അൽമേഡ ഫസ്റ്റ് 11 വരണം, മസ്റ്റാണ്. പിന്നെ നമ്മുടെ അൽവാരസ്, അതായത് അൾജീരിയനോട് ഇറങ്ങിയ ടീമില്ലേ, അതിൽ അന്ന് മാർട്ടിനസ് ആയിരുന്നു ആദ്യം ഇറങ്ങിയത്. പക്ഷെ അവിടെ അൽവാരസ് തന്നെ ഓപ്പൺ ചെയ്യണം. പിന്നുള്ളത് അൽമേഡ വരണം. ഒരിക്കലും അടുത്ത കളിയിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് വിവരം ശരിക്കും കാണാൻ കിട്ടും. എന്താണ് സ്കലോണി ചെയ്യണത്? അതാണ് എന്താണ് സ്കലോണിക്ക് പരിപാടികളായിപ്പോയി ഇന്ന് ചെയ്തത്. മാറ്റങ്ങളും നല്ല മാറ്റങ്ങളൊക്കെ ഗുണം ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഡീപോളിന് അവിടെ വെച്ചിട്ടുള്ള ഈ പരിപാടി ഉണ്ടല്ലോ,
അത് ഭയങ്കര ഡേഞ്ചർ ആണ് കേട്ടോ. അത് അർജന്റീനയ്ക്ക് നല്ല ക്ഷീണം ചെയ്യും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കളികളും എടുത്തു വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ആകെ 1-2 കളിയിലേ ഉള്ളൂ ഈ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ അൾജീരിയനോട് മാത്രം, അതെ, എടുത്തു പറയേണ്ടത് അൾജീരിയനോട് അസിസ്റ്റ് ഉണ്ട്. പിന്നെ അന്ന് മാത്രമാണ് ആകെയുള്ളത്. പക്ഷെ അന്നും കുറച്ചൊക്കെ മിസ്പാസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആൾക്ക് എപ്പോഴും വരാറുണ്ട്. പക്ഷെ ഇന്നത്തത് ഭയങ്കര കൂടുതലായി. ഇന്നത്തതും കഴിഞ്ഞ കളി ഈജിപ്തുമായിട്ടുള്ള കളിയിലും അത് തന്നെയായിരുന്നു അവസ്ഥ. അത് നമ്മൾ പിന്നെന്താ അറിയോ, അതായത് നമുക്കതിലൊന്നും നിരാശ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ അത്രത്തോളം അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നത്തെ അങ്ങനെയല്ല, ഇത് അങ്ങനെയല്ല. ഇത് ഗോള് വരില്ല എന്ന് തന്നെ നമ്മൾ ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. ഇത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് എക്സ്ട്രാ ടൈമിലേക്ക് കളി പോയി കഴിഞ്ഞപ്പോഴാണ് കുറച്ചെങ്കിലും അർജന്റീനയുടെ ഭാഗത്ത് കളി വന്നത്. കാരണം അവര് മറ്റേ ഡിഫൻസിലേക്ക് ഒതുങ്ങി, അവിടെ 9 പേരെ ഉള്ളൂ കളിക്കാൻ. അപ്പൊ അതിന്റേതായ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് അവർ ഒതുങ്ങിയപ്പോഴാണ് കുറച്ച് അറ്റാക്കിങ് കയറിയിട്ടുള്ളത്. അല്ലാതെ ഒരു സമയത്ത് പോലും അർജന്റീന മികച്ചൊരു കളി എന്ന് പറയാൻ നമുക്ക് എടുത്തു പറയാൻ ഒരു സാധനമില്ല. അതായത് 90 മിനിറ്റ് കളിച്ചതിനകത്ത് നമുക്ക് അങ്ങനെ പറയാൻ ഒരു സാധനമില്ല. ആകെ വന്ന ആ ഗോള് മാത്രമേ, അത് മാക്കലിസ്റ്ററിന്റെ അടിപൊളി അൽവാരസിന്റെ കിഡിലൻ ഗോള്, മാക്കലിസ്റ്ററിന്റെ ഹെഡർ, പിന്നെ ലാസ്റ്റ് നമ്മുടെ മാർട്ടിനസിന്റെ നല്ലൊരു ഗോള് വന്നിട്ടുണ്ട്. അത് അൽമേഡയുടെ ഷോട്ട് എന്ന് പറയാൻ പറ്റില്ല, റീബൗണ്ട് ചെയ്ത് വന്ന് അത് അടിച്ചു. നല്ല ഫിനിഷിംഗ്. സാധാരണ അങ്ങനത്തെ ഫിനിഷിംഗ് കിട്ടാറില്ല. അത് എനിക്ക് ഓർമ്മ എന്താണെന്നറിയോ, അതായത് ഫ്രാൻസിനോട് ഡിമറിയ, അതൊരു വല്ലാത്തൊരു ഫിനിഷിംഗ് ആണ്. നേരെ ഉരുട്ടിയാൻ കിട്ടിരിക്കല്ല, നിലത്തേക്ക് ഇങ്ങോട്ട് അടിച്ചിരിക്കുകയാണ്. എന്നിട്ടാണ് പൊന്തിച്ചു. ഇത് അതുപോലത്തെ രീതിയാ. ഇത് കുത്തിയിട്ട് നേരെ പോസ്റ്റിനുള്ളിൽ, അത് സൈഡിലേക്കാണ് സാധനം പോണത്. അത് കിടലൻ ഷോട്ട് തന്നെയായിരുന്നു. അതായത് 3 ഗോള്, അത് നല്ല അടിപൊളി സാധനം ഗോളുകളാണ്. പക്ഷെ ഈ 3 ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എന്തൊക്കെയോ നല്ല വൻ പോരായ്മ. അതായത് നിരാശ മാത്രമേ. പിന്നെ ഇനി പോസിറ്റീവ് ഒന്നുമില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന്, അതായത് സ്ട്രൈക്കർമാർ ഫോമിലേക്ക് ഉയർന്നു എന്നുള്ള സന്തോഷം. സത്യം. അത് പക്ഷെ ഈ ലാസ്റ്റിലേക്ക് വെച്ചിട്ട് ലാസ്റ്റിൽ ഉണ്ടാക്കുന്ന പരിപാടി നമുക്ക് എപ്പോഴെങ്കിലും പണി കിട്ടും. ഈ സ്ട്രൈക്കർമാര് ഫോമിലേക്ക് വന്നു എന്ന് പറയുമ്പോഴും ആ സമയത്തും മിഡിന്റെ കാര്യം ഓർക്കുമ്പോൾ നമുക്ക് നിരാശയാണ്. ഡിഫൻസിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴും നിരാശ തന്നെയാണ്. പല സമയങ്ങളും രക്ഷപ്പെട്ടു പോകുന്നതാണ്. അല്ലാണ്ട് ഡിഫൻസിന്റെ മേന്മ കൊണ്ടല്ല ഗോള് വരാതിരിക്കുന്നതൊന്നും, ഭാഗ്യം കൊണ്ട് തന്നെയാണ് ചില സമയങ്ങളിൽ. മാത്രമേ പ്രശ്നമുള്ളൂ. അതെ, റൈറ്റ് വിങ് ആണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ വരുന്നത്. ആ സൈഡിൽ കൂടെ തന്നെ കളി മെനയുന്നു. അത് മെയിൻ കാരണം ഡീപോൾ വേണം. അതെ, നേരിട്ടാണ് പോരാണ്. അവർക്ക് അത് സിമ്പിൾ ആയിട്ടാണ് അവർ ആ സൈഡിൽ കൂടെ ബോളും കൊണ്ട് കയറി വരുന്നത്. അതായത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മാറ്റം വരുത്തേണ്ടത് ആ സ്ഥലത്തുമാണ്. ഈ ഒരു ഗെയിം പ്ലാനോട് കൂടിയിട്ട് അടുത്ത കളിയെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ പണി കാണും. സെമിയിൽ തന്നെ മിക്കവാറും ഇറങ്ങി പോരേണ്ടി വരും. നല്ല രീതിയിൽ കളിച്ചാൽ മാത്രമേ ഇനി അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. കാരണം ഇനിയുള്ള ടീമുകളും അങ്ങനെ തന്നെയാണ്. അതെ, ഇനി നേരത്തെ പറഞ്ഞ പോലെ ചിന്തിക്കാനുള്ള സമയം കിട്ടില്ല. കളിക്കുന്നുണ്ടെങ്കിൽ മര്യാദക്ക് കളിക്കുക, അല്ലെങ്കിൽ പിടുത്തം വിട്ടുപോകും. എന്താണെങ്കിലും ജയിച്ചു, അതിന്റെ സന്തോഷമുണ്ട് മനസ്സിൽ. പക്ഷെ ഒന്നും കൂടി സ്ട്രോങ് ആവേണ്ടിയിരിക്കുന്നു. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. നല്ല വിശേഷങ്ങളുമായിട്ട് വരാം.